എന്തേ സ്കൂട്ടർ സമരം പ്രഖ്യാപിച്ചോ? ഓ, ടയറ് പഞ്ചറായല്ലേ? എടോ, എന്തു പറ്റി? ഓ, സ്റ്റേഷനിലെ സംഭവം. ഞാൻ വഴക്ക് പറഞ്ഞിട്ട് ദേഷ്യം മാറിയില്ലല്ലേ? അതങ്ങനൊന്നും മാറില്ല. എന്തൊക്കെയാന്ന് പറഞ്ഞത്? സോറി ഭൂമി, ഞാൻ ഭൂമിയോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റുമെന്നല്ലേ പറയുന്നത്? ഈ പോലീസുകാരനും ഒരു അബദ്ധം പറ്റിയതാ. എന്നോട് ക്ഷമിക്കണോ? ഓ, സമാധാനം. വന്നപ്പോ പഞ്ചറായ ടയറ് പോലെയായിരുന്നു മുഖം. ഇപ്പൊ അത് ശരിയായി. ദേ, ആരോട് ഇങ്ങനെ ചൂടാവരുത് കേട്ടോ. ഏയ്, എല്ലാവരോടും ഉണ്ടാവില്ല. ചിലർക്ക് ആ ഭാഗ്യം കിട്ടാറുള്ളൂ. ഓ, അതിലൊരു ഭാഗ്യവതി ഞാനായിരുന്നു അല്ലേ? അതെ, എനിക്ക് ആ ഭാഗ്യം വേണ്ട. അല്ല, ഇതിനെ വഴിയിലിട്ട് പോകാനാണോ പ്ലാൻ? അതെ, തൽക്കാലം എനിക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. ആ, കോഫി ഷോപ്പിലേക്കാണോ? അതെ. ആ, എന്നാ പുറകെ കയറിക്കോ, ഞാൻ സ്റ്റേഷനിലേക്കാ. അയ്യോ, ഞാൻ വരുന്നില്ലേ. ഞാനൊരു ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം. ഓട്ടോ കിട്ടാനൊക്കെ വൈകും. എത്ര നേരം വെയിലും കൊണ്ട് ഇവിടെ നിൽക്കും? ഇടോ, ടാൻ അടിക്കും. വണ്ടി കയറ്. ഓ, ചുമ്മാ നല്ലവനായിട്ട് അങ്ങ് അഭിനയിക്കല്ലേ. ഞാൻ അഭിനയിച്ചതല്ല, നല്ലവൻ തന്നെ. ചുമ്മാ ചിരിപ്പിക്കല്ലേ. ടൈമായി, എനിക്ക് പോണം. വണ്ടി കയറ്. കയറി ഭൂമി. കേറാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? വേഗം കുറച്ചു പോണം. ഈ കള്ളന്റെ പുറകെ ഓടുന്നത് പോലെ ഓടരുത്. ഓക്കെ, സ്പീഡ് കുറച്ച് പോവാം. താൻ കയറിക്കോ. ടാറ്റാ. ഓ, ഞാനത് മറന്നു. സാർ ഇത് ഏത് ലോകത്താ? പുറകില് സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നു എന്നുള്ളൊരു ബോധം പോലും ഇല്ല. സുന്ദരിയായ പെൺകുട്ടിയോ? താനോ? കണ്ണിന് കാഴ്ചയില്ലാത്തോട് പറഞ്ഞ പോലെ അത് വിശ്വസിക്കില്ല. ഞാൻ സുന്ദരി തന്നെയാണ്. ഓ, അത് താ മാത്രമേ പറയൂ. അതെ, എന്റെ ബൈക്കിൽ കയറാനായിട്ട് എന്നും സ്കൂട്ടി തകരാറാക്കരുത് കേട്ടോ. ഇങ്ങനെ ചുറ്റി പിടിച്ചിരുന്ന ബൈക്കിൽ യാത്ര ചെയ്താലേ നാട്ടുകാർ വേറെ കഥ ഉണ്ടാക്കും. പിന്നെ നാട്ടുകാരുടെ ജോലി കഥയുണ്ടാക്കലല്ലേ. അതെ, സാർ സ്റ്റേഷനിലേക്ക് ചെല്ല്. ഇല്ലെങ്കിൽ പോലീസുകാര് CIയെ കാണാനില്ലെന്ന് പറഞ്ഞ് അന്വേഷിച്ചറിഞ്ഞു. ഇവിടെ കൊണ്ട് ഇറക്കിയില്ലേ, അതിന്റെ ഫെയർ വേണം. എത്രയാ വേണ്ടത്? കാശ് വേണ്ട, കോഫി മതി.